എൻ്റെ താത്താടെ കുട്ടി യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് അതേപോലെ തന്നെ ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചോക്കോസ്, ഓറിയോ, ബൂസ്റ്റ്, സബോള, തക്കാളി, അതേപോലെ തന്നെ പാല്, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ബ്രെഡാണ് കേട്ടോ. ഒരേ ഐറ്റംസ് എല്ലാവർക്കും ഒരേ ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കാനാണ് കേട്ടോ. താത്താടെ കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓളിനെ ഹെൽപ്പ് ചെയ്യാൻ താത്തം കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ ഓരോരുത്തർക്ക് കഴിയുന്ന ഐറ്റംസ് ഉണ്ടാക്കി. പിന്നെ ഞാനിവരയിൽ വെച്ച് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഐറ്റാണ് കുറച്ചും കൂടി രസം ഉണ്ടാവുകയെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ അനിയത്തിയുടെ ഫുഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും അടിപൊളിയായിട്ട് തോന്നിയത്. കാരണം അവൾ അത്രയും ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. പിന്നെ താത്താടെ കുട്ടീനെ താത്തയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഓറിയും ചോക്കോസും വെച്ചിട്ട് എന്തോ റൈറ്റും, പിന്നെ അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ഷെയ്ക്കുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം എല്ലാം അടിപൊളിയായിരുന്നേ. അടുത്ത് തന്നിട്ട് അനിയത്തിയായിരുന്നു. അവൾ പ്ലേറ്റിങ്ങൊക്കെ അടിപൊളിയാക്കിയിട്ട് ഒരു സാൻഡ്വിച്ചും അതേപോലെ തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കേക്ക് ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 ബൗളിരിക്കണ വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷേ ഈ ബ്രെഡും അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും വെച്ച ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.